ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ഡാൻസിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങളെയും കൂടി ഒരു കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഡാൻസിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടും കേട്ടോ, ഇന്ന് തന്നെ ഇടും. അപ്പോൾ നമ്മൾ അവിടെ പോയില്ല കേട്ടോ. അന്ന് നിങ്ങളൊരു കമന്റ് ഇട്ടില്ലേ, ഞാൻ പറഞ്ഞില്ല ഈ ദിവസം ഉറപ്പായിട്ട് ഇടാന്ന്. പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മക്കും ഒന്ന് ഇത്തിരി പണി കൂടുതലായിരുന്നു ഗൈസ്. അവർക്ക് ഇന്ന് നൈറ്റി അടിക്കണമായിരുന്നു, കുറേ ചത്ത് കിടന്നടിക്കുമായിരുന്നു. അതുകൊണ്ട് ചോദിച്ചാൽ കൊണ്ടുപോകത്തില്ല. അതുകൊണ്ടാണ് നമ്മളത് എടുക്കാഞ്ഞപ്പോൾ എന്നേലുമായിട്ട് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാണ്ടിരിക്കണ മോശമല്ലേ. അപ്പം എന്നേലുമൊക്കെ ഞാൻ കാണിച്ചു തരും. ഞാൻ ഇന്ന ദിവസം എന്ന് പറയണില്ല. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ അച്ചക്ക് ഇടയ്ക്ക് എപ്പോഴൊക്കെയാണ് പണി തന്നെയെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അന്ന് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് പണിയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇന്നിപ്പോൾ പണിയുണ്ട് ഗൈസ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ എന്നാലും ഇടും ഗൈസ്. എന്തായാലും ഒരു അടുത്ത ഇന്നലൊക്കെ ഇടാം, പറയണ്ട. അപ്പത്തേക്ക് ഞാൻ ചെലങ്ക പോലും വെച്ചിട്ടില്ല ഗൈസ്. ഇത് ഞാൻ 1ാം ക്ലാസ് വെച്ച് കെട്ടിയതാണ് ഗൈസ്. 1ലോ 2ലോ വെച്ച് കെട്ടിയതാണ്. അപ്പൊ ഇത് ഊരിയിട്ട് വരാം. ഇങ്ങനെയാണ് ചെലങ്കൂര്. എനിക്ക് എല്ലാവർക്കും പറയാം, ചുമ്മാ പറഞ്ഞ. ഗൈസ് നമ്മൾ ചെലങ്ക ഊരിയിട്ടുണ്ട്. അപ്പൊ തൊട്ട് എഴുതിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതില് 51 മണികളും ഇതില് 50 മണികളും ഉള്ളു ഗൈസ്. അത് ഞാൻ കണ്ടുപിടുത്തമാണ്. ഇതിൽ 51, ഇത് 50 എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അങ്ങനെ അപ്പത്തേക്ക് ഞാൻ 1ാം ക്ലാസ് വെച്ച് ചെലങ്ക കാലി കെട്ടിന്നല്ല, ചെലങ്ക എനിക്ക് സ്വന്തമായി കിട്ടി കേട്ടോ. അപ്പൊ ഞാൻ 1.5 വയസ്സിൽ ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയത്. ഞാൻ എഴുത്തിന് ഇരിക്കുന്നതിന് മുമ്പ് ഡാൻസിന് പോയതാണ് കേട്ടോ. അപ്പൊ ഇവരെന്നെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരിക്കും, എനിക്കറിഞ്ഞൂടാ. ഞാനൊന്ന് കുഞ്ഞല്ലേ. അപ്പൊ കടയിൽ നിന്ന് ഒഴിവാക്കിയതല്ല, എന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് വിട്ടതാണ് ഗൈസ്. ഞാൻ ഇവരെ ഒന്നും മര്യാദക്ക് കുഞ്ഞിലെ കണ്ടിട്ടില്ല ഗൈസ്. ഇപ്പോഴൊക്കെയാണ് ഇവരെ കാണുന്നത്. അപ്പൊ നമുക്ക് ഈ ചെലങ്ക അടച്ചു വെച്ചിട്ട് വരാം. എന്നെ പണിത്തിരക്കും അങ്ങനെ എന്തോ ആയതുകൊണ്ട് എന്നെ 1.5-2 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ കൊണ്ട് ഡേ കെയറിലാക്കി. വീട്ടിൽ ഇരിക്കേണ്ട സമയത്ത് ഞാൻ പോയി സ്കൂളിൽ ഇരിക്കുകയാണ് ഗൈസ്. അതാണ് ഏറ്റവും വലിയ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ കഷ്ടം. എന്നിട്ട് ആസാമിൽ ചേച്ചി വന്ന് എന്നെ എടുത്തോണ്ട് പോകണ്ടായിരുന്നു. എന്നെ ആസാമിൽ കൊണ്ടുപോക്കട്ടെ ഞാൻ ചോദിച്ചതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കൃഷി ഞാൻ പറഞ്ഞില്ല, ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ആദ്യത്തെയോ 2ാമത്തെയോ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു 6 മാസം കൊണ്ട് എൻ്റെ ടെറസിന്റെ പൊക്കം ഞാൻ കൃഷി കൊണ്ട് നിറക്കുന്നു. പക്ഷെ അത് നടന്നില്ല ഗൈസ്. കാരണം നമ്മൾക്കൊണ്ട് ചെയ്യാത്തതുകൊണ്ടല്ല ഗൈസ്. ഏറ്റവും വലിയ പ്രശ്നക്കാരികളാണ് ഇയാള്. എന്താണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കറിഞ്ഞൂടാ. ഇതൊരു തരം പുഴുവാണ് ഗൈസ്. ഇതുണ്ടെങ്കിൽ ഇതിന്റെ പൊക്കത്തേക്ക് കയറ്റാനേ പറ്റില്ല. ഇവന്മാര് വന്നിട്ട് ആ ചെടി എല്ലാം കൂടി കടിച്ച് പറിച്ച് തിന്നു കേട്ടോ. അപ്പൊ ഇവന്മാർ ഇപ്പൊ ഓർത്തത് നമ്മൾ ചെടി നട്ടിട്ടിടാന്നും പറഞ്ഞ് വന്നതായിരിക്കും. അപ്പൊ 6 മാസം കൊണ്ട് ആക്കാഞ്ഞ് നന്നായി ഗൈസ്. എന്താന്ന് വെച്ചാൽ ആക്കിയ ഇപ്പൊ എല്ലാം ഇവന്മാരുടെ വായിലുണ്ടായിരുന്നേനെ. അപ്പൊ അതെ ഇതൊക്കെ കണ്ടില്ലേ, നോക്കൂ ഗൈസ്. ഇവന്മാരാണ് ഗൈസ് ഈ ടെറസ് വൃത്തികേടാക്കുന്നതിന് ഏറ്റവും വലിയ നമ്പർ 1. ഇവന്മാരൊക്കെ കൂടിയാണ് ഇങ്ങനെയൊക്കെ ആക്കുന്നത്. ഇത് നോക്കണ്ട, ഇത് നമ്മുടെ ഈ മഴ വീഴുമ്പോ എന്താന്ന് അറിഞ്ഞു ഗൈസ്, എന്തോ തൊലി പോലെയുള്ള അതൊന്നും നോക്കണ്ട ഗൈസ്. എൻ്റെ വീട് എപ്പോഴും വൃത്തികേടാണ്. ഞാനുള്ള പോലെ തന്നെ കാണിക്കും. പിന്നെ കുറെ പേര് കമന്റിൽ ചോദിച്ചായിരുന്നു ഹോം ടൂർ ചെയ്യാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ കലോത്സവം കഴിയാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത ദിവസം കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡേറ്റ് ഡോണ്ട് നോ, നമ്മൾക്കവിടെ പറ്റുന്ന ദിവസം നമ്മൾ ഇടാം. അപ്പോൾ ചെറിയൊരു വീടാണ്, എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊടിമരം കാണിക്കട്ടെ. നോക്കൂ, ഇത് കൊടിമരം ഒന്നുമല്ല ഗൈസ്. ഇത് നമ്മുടെ ഇത് നിങ്ങൾക്ക് അറിയാലോ, എന്താ ഇത് പേരെന്താ, കപ്പിയും കോലും അങ്ങനെയാണോ? കപ്പിയും കയറും. അമ്മയാണ് എനിക്ക് പറഞ്ഞത്. കപ്പിയും കയറുമാണ്. എന്തിനാണ് എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്ന. അടിയിലോട്ട് നോക്കൂ, അടിയിലോട്ട് അവിടെ കിണറൊന്നുമില്ല കേട്ടോ, നിങ്ങൾ നോക്കണ്ട. അവിടെ ചെടിയില്ലേ, നമ്മൾ പണ്ട് ഇവിടെ ഞാൻ ജനിച്ച സമയത്തൊക്കെ ഇവിടെ നല്ല കൃഷി ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ നല്ല കൃഷി ഉണ്ടായിരുന്നു. അപ്പൊ താഴത്തുനിന്ന് ചുമന്നുകൊണ്ട് ആ സ്റ്റെയർ കയറി ഇവിടെ വരണ്ടേ. അപ്പൊ അതിന് നല്ലത് എൻ്റെ അച്ഛൻ്റെ ഒരു ബുദ്ധിശാലിയായ ഐഡിയ ആണ് ഗൈസ് ഇത്. അതിലിന്ന് ഒരു കയറ് തൂക്കി അവിടുന്ന് അതിനെ കയറ്റി ഇവിടെ താഴത്തുനിന്ന് ഇവിടെ കയറ്റും. എന്നിട്ട് ഇങ്ങനെ ഇതിൽ വലിച്ച് ഈ പൊക്കത്തുണ്ടാക്കും ഗൈസ്. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ പരിപാടി. അപ്പൊ നമ്മൾ ഇനിയും കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കളഞ്ഞേനെ. അപ്പൊ ഇപ്പൊ ഇവന്മാർ ഈ പുഴുകളുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യാത്തത് ഗൈസ്. അപ്പൊ ഇത് കണ്ടില്ലേ പൊക്കത്ത്, ഇത് കണ്ടോ ഗൈസ്, കൊക്ക് പറക്കുന്നു ഗൈസ്. എന്തൊരു ഭംഗിയാ നോക്കൂ ഗൈസ്.
ഇല്ലാത്തതിന് ഈ പുഴു മാത്രമല്ല ഗൈസ്, കാരണം നോക്കൂ ഗൈസ്, കാരണം അവിടെ ഒരു കിണറുണ്ടായിരുന്നു ഗൈസ്. ആ കിണർ ഇപ്പോൾ അപ്രത്യക്ഷമായി പോയി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിണർ മൂടിക്കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ അല്ലായിരുന്നു കിണർ വരേണ്ടത്, വേറൊരിടത്തായിരുന്നു കേട്ടോ. നമ്മുടെ വീട് പണ്ട് ശരിക്കും പറഞ്ഞത് അവിടെയായിരുന്നു ഗൈസ്. അപ്പൊ ആ ഒരു സ്ഥാനം വെച്ച് നോക്കുമ്പോ കിണർ അവിടെയാണ് വരണ്ടേ. അപ്പൊ നമ്മൾ അവിടുന്ന് കയറ്റി പണിതു ഇവിടെ. അപ്പൊ ആ വീടിന്റെ കല്ലൊക്കെ ഉപയോഗിച്ച് ഇത് പണിതു. നല്ല കെട്ടുറപ്പുള്ള വീടാണ് ഗൈസ് ഇത്. അപ്പൊ ഇത് നമ്മുടെ കുഞ്ഞൻ സാർ വന്നിരിക്കുന്നു ഗൈസ്. കുഞ്ഞൻ സാർ ഇപ്പൊ മരത്തിൽ കയറിയിട്ട് വരുവാണ്. കുഞ്ഞൻ സാർ, നമ്മുടെ അച്ചമ്മയുടെ വിശ്വാസം കാരണമാണ് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന കിണർ മൂടിക്കളഞ്ഞത്. അതിനാൽ നമുക്ക് വേറൊരു സർപ്രൈസ് കൂടി കിട്ടി ഗൈസ്. ഇത് എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഗൈസ്. എനിക്ക് ഇഷ്ടമില്ലാത്ത ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണേ പറയാം ഗൈസ്. ഇതിനകത്ത് നിറച്ച് ക്ലോറിൻ വെള്ളമാണ്, കുടിക്കാൻ പോലും പറ്റിയില്ല, വായി വെക്കാൻ പേര്. എൻ്റെ അച്ചമ്മ ക്ലോറിൻ വെള്ളം കുടിക്കാത്ത അച്ചമ്മ ഇപ്പൊ കുടിച്ചു ഗൈസ്. ഇതിനകത്ത് നിറച്ച് വെള്ളമാണ്. എനിക്ക് എന്നെ മണം അടിക്കുമ്പോഴും ഒരുമാതിരി എന്തോ കൂട്ടാ. എൻ്റെ മുടി പോയി ഗൈസ് ഇതിൽ കുളിച്ച് പോട്ടെ. അപ്പൊ ഞാൻ നിങ്ങളെ എൻ്റെ ഒരു കാര്യം കാണിക്കാം. അടുത്തിറങ്ങിയിട്ടുണ്ട്, ഇരുട്ടായി, എന്നെ കണ്ടാലും കണ്ടില്ലേലും ഒന്നും പറയല്ലേ. അപ്പൊ അതെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞ സംഭവമാണ്, ഐറ്റമാണ് ഗൈസ് ഇത്. അയ്യോ എന്താ ഇത്? ഇതാണ് നമ്മുടെ ഐറ്റം. ഇവിടെ തോടുന്നില്ല, നമ്മുടെ കുക്കുംബറാണ് ഗൈസ്. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കുക്കുംബർ. ഞാനൊന്ന് പറഞ്ഞില്ല ആ വിഷയത്തിൽ നമ്മൾ ഈ വിഷയത്തിലേക്ക് മാറി, ആ വിഷയം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ വിഷയമാണ് ഗൈസ് ഇത്. ഞാൻ എടുക്കാനിരുന്ന വിഷയം ഇതായിരുന്നു, പക്ഷെ നമ്മൾ മാറിപ്പോയി. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കുക്കുംബർ. ഇതുണ്ട്, ഇതിൽ ആ പാട് വന്നു ഗൈസ് കുക്കുംബറിന്. അതെ നല്ല രസമില്ലേ. ഇപ്പുറത്തും ഉണ്ട് കേട്ടോ, വേറൊരുത്തനുണ്ട്. എന്ത് ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്. അതെ ഗൈസ് ഇവന് നീട്ടം ഉണ്ട് കേട്ടോ ഏതാണ്ട്. ഇവനും ആയി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സംഭവമാണ്, എനിക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആണ് കുക്കുംബർ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. ഞാൻ പറയുകയാണ്, ഞാൻ വേറെ ഒന്നും കമൻറ്റ് ചെയ്യാൻ പറയുന്നില്ല കേട്ടോ. ഇതാണ് കേട്ടോ മനസ്സില്ലേ. അപ്പോൾ നമ്മൾ ഇരുട്ടായപ്പോൾ ഞാൻ നിർത്തുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് പനിയാണ് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ട് മാറിയിരിക്കണേ. അപ്പോൾ മറക്കല്ലേ. ബൈ.